ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എൻ്റെ റോസ് ചെടികൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുള്ള ഒരു ഫെർട്ടിലൈസറാട്ടോ. അപ്പോൾ ഇത് വെള്ളം പോലെ കാണുന്നുള്ളൂ അല്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ എഗ്ഗിൻ്റെ ഉണ്ണിയില്ലേ, അത് നമ്മളെല്ലാവരും ഇപ്പം ഉണ്ണിയൊക്കെ കഴിക്കണവരല്ലേ. പിള്ളേരെല്ലാവരും കഴിക്കുമായിരിക്കും, പക്ഷേ മുതിർന്നവരങ്ങനെ മുട്ടയുടെ ഉണ്ണിയൊന്നും കഴിക്കില്ലായിരിക്കും. അപ്പം കണ്ടോ, ഒരു പുഴു പോകണം നോക്കി. ഈ മഴ സമയത്ത് ഇതൊക്കെ നമ്മുടെ ചെടികളിലെ വില്ലനാണ്. ഇന്ന് നോക്കിയാലാണ്, അല്ലെങ്കിൽ ഇലയൊക്കെ തീരുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉണ്ണി കഴിക്കില്ലാത്തത് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ. കട്ടിക്ക് ഒഴിച്ചാൽ ഈ മഴയത്തൊക്കെ ഭയങ്കരമായിട്ട് ചീഞ്ഞൊക്കെ പോവും. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മുട്ടയുടെ ഉണ്ണിയൊക്കെ കണ്ടിന്യൂസ് ഉള്ളതല്ലേ എന്ന് കരുതി കണ്ടിന്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ മഴയത്ത് ചീഞ്ഞ് പോകും കേട്ടോ. ഇത് ആഴ്ചയിലൊന്നോ രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെയാണ് ഒഴിക്കാൻ കൊള്ളുള്ളൂ. ഭയങ്കര നമുക്കറിയാം, മുട്ടയുടെ ഉണ്ണി എന്ന് പറയുന്നതൊക്കെ ഭയങ്കര പ്രോട്ടീൻ റിച്ചാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിനും അതുപോലെ തന്നെ കിട്ടും കേട്ടോ, അതിൻ്റെ വൈറ്റമിൻസും മിനറൽസും. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇതെങ്ങനെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ ഈ മാതിരിയുള്ള നല്ല കളറിലും നല്ല വലുപ്പത്തിലുമുള്ള പൂവുണ്ടാവും കേട്ടോ. അടുത്ത റോസ അതാ നോക്കി, ഇതിൻ്റെ വലുപ്പം നോക്കി. ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പൂവുണ്ടാകുമ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള പൂവുണ്ടാവണമെങ്കിൽ അപ്പോൾ ഈ മാതിരിയുള്ള ഹെൽത്തി ടിപ്സൊക്കെ ഒഴിച്ചു കൊടുത്താലാട്ടോ, ഹെൽത്തി ഫെർട്ടിലൈസേഴ്സ്. ഇതാണ്ടോ, ഇത് നോക്കിക്കേ. ഈ റോസയിലും പുഴു കണ്ടോ. ഈ സമയത്ത് റോസിൻ്റെ ഒരു പ്രധാന വിഷയമാണ് ഈ മാതിരിയുള്ള ചെറിയ ചെറിയ പുഴുക്കൾ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ വലിയ ഇതൊന്നും കാണുകയില്ല, നമ്മളത്ര ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ദിവസവും ശ്രദ്ധിക്കണം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു കാര്യം, ഇങ്ങനെ പൂവുണ്ടായി വരുമ്പോൾ തന്നെ ഇതൊക്കെ പൂവൊക്കെ കൊഴിയാറായതാണ്. ഈ റോസയിൽ തന്നെ പൂ നോക്കി കൊഴിയാറായത് അപ്പം തന്നെ പ്രൂം ചെയ്ത് കൊടുക്കണം. ഇത് വെട്ടി റോസ് നന്നായിട്ട് പ്രൂം ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നന്നായിട്ട് പൂക്കോളും. വീണ്ടും അടുത്ത ന്യൂ ബ്രാഞ്ചസ് ഉണ്ടായി പൂക്കോളും. കണ്ടോ, ഒത്തിരിയൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതിനാവശ്യത്തിന് കണ്ടിന്യൂസ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് ഇതും കൂടെ നിന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, ഈ പൂ അന്ന് യെല്ലോ ആയിരുന്നു, ഇപ്പോൾ കണ്ടോ റെഡായത്. കണ്ടോ, ഇതിൽ കണ്ടോ, ഞാനിങ്ങനെ പ്രൂം ചെയ്ത് കൊടുക്കും കണ്ടിന്യൂസ്. കണ്ടോ, ഓരോ ഫ്ലവേഴ്സ് കൊഴിയാറാകുമ്പോഴും അത് ഞാൻ വെട്ടി കളഞ്ഞു കൊടുക്കും. കണ്ടോ, വരുന്നുണ്ട് വീണ്ടും ഇഷ്ടംപോലെ എല്ലാ തണ്ടയിലും പൂ. കണ്ടു വീണ്ടും നല്ല ന്യൂ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടായി വരികയും ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, അടുത്ത് നോക്കിക്കേ, ഇതങ്ങ് ഒത്തിരി പൊങ്ങിപ്പോയി. കണ്ടോ, ഏറ്റവും മേളിലായിട്ട് മുട്ടുണ്ട്, കാണാൻ പറ്റുമോ. കണ്ടോ, വലിയ പൂവാട്ടോ അതെല്ലാം ഉണ്ടാവുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു ഫെർട്ടിലൈസറാണിത്. അതുകൊണ്ടാണ് ഇത് നോക്കിക്കേ, എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അതേലെല്ലാം മുട്ട്. കണ്ടോ, വലിയ പൂവുണ്ടാവും. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്ക്. സാധാരണ റോസൊക്കെ ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും ആദ്യം ഒന്ന് പൂ ഉണ്ടായാൽ പിന്നെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ, ഞാനിങ്ങനെ പ്രൂം ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാവില്ല എന്ന് പറയണവർ ഈ ഒരു പരീക്ഷണം ഒന്ന് നടത്തി നോക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, കണ്ടിന്യൂസ് ഒഴിച്ച് കൊടുക്കരുത്. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. അടിപൊളി ടിപ്സാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കേ.